അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി രാമധ്വജമുയർത്തും. നവംബർ 25-ന് ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് ചടങ്ങ് നടക്കുക. രാഷ്ട്രപതിയെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചതായി രാമക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിനും ക്ഷണമുണ്ട്. 11 അടി വീതിയും 21 അടി നീളവുമുള്ള ത്രികോണ ആകൃതിയിലുള്ള പതാകയാകും ഉയർത്തുക. സൂര്യവംശ ഗോത്രത്തെയും ത്രേതായുഗത്തിന്റെയും പ്രതീകം എന്ന നിലയിലാണ് പതാക ഉയർത്തുന്നത്. എസ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ശ്രീകാന്ത്, ഈ ഉത്തരഭാരതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം മഹാക്ഷേത്രങ്ങളുടെ എല്ലാം ശ്രീകോവിലിന് മുകളിൽ ഭഗവദ്ധ്വജം പാറിപ്പറക്കുന്നത് അവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. ഏതാണ്ട് 500 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ദേശീയ പ്രസ്ഥാനങ്ങളും ഒക്കെ ഒരുപാട് കാലം വിയർപ്പൊഴുക്കിയതിൻ്റെ ഭാഗമായി പുനർനിർമ്മിച്ച അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ മുകളിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ധ്വജമുയർത്താൻ പോകുകയാണല്ലേ? ഗൗതം, പ്രധാന ശ്രീകോവിലിന്റെ പണികൾ പൂർണ്ണമായും പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ ഭഗവദ്ധ്വജം ആ ശ്രീകോവിലിന് മുകളിൽ ഉയർത്താൻ പോകുന്നു. അതിന് പ്രാണപ്രതിഷ്ഠയ്ക്ക് ചുക്കാൻ പിടിച്ച, അവിടെ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് ചുക്കാൻ പിടിച്ച ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ ധ്വജപ്രതിഷ്ഠയ്ക്കും നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി രാമധ്വജം ഉയർത്തും എന്നുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. നവംബർ 25-ന് ആയിരങ്ങളെ സാക്ഷിയാക്കിയാകും രാമധ്വജം ഉയർത്തുക. ചടങ്ങിലേക്ക് രാഷ്ട്രപതിക്കടക്കം ക്ഷണം ഉണ്ട് എന്നുള്ള കാര്യം രാമക്ഷേത്ര ട്രസ്റ്റ് ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിനും ക്ഷണമുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഭാരതത്തിന്റെ പ്രഥമ വനിതയെയും RSS സർസംഘചാലകിനെയും സാക്ഷിയാക്കി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ പണികളും പൂർത്തിയായ സമ്പൂർണമായും രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ശ്രീരാമക്ഷേത്രത്തിന്, അയോധ്യയിലെ രാമക്ഷേത്രത്തിന് മുകളിൽ ഭഗവദ്ധ്വജം ഉയർത്താൻ പോകുന്ന പുണ്യ ദിവസമാണ് വരാൻ പോകുന്നത്. നവംബർ 25-നാണ് ആ ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ളത്. 11 അടി വീതിയും 21 അടി നീളവുമുള്ള ത്രികോണാകൃതിയിലുള്ള പതാകയാകും ഉയർത്തുക എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. സൂര്യവംശം, ത്രേതായുഗം എന്നീ പ്രതീകങ്ങളും കുങ്കുമ നിറമുള്ള പതാകയിൽ ഉണ്ടാകും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. രാമക്ഷേത്ര പരിസരത്തുള്ള മറ്റ് ക്ഷേത്രങ്ങളിലും ധ്വജമുയർത്തുക, ഭഗവദ്ധ്വജം അന്നേ ദിവസം തന്നെ ഉയരുകയും ചെയ്യും. അതായത് ഹനുമാൻ ഘടി അടക്കമുള്ള തൊട്ടടുത്തുള്ള മഹാക്ഷേത്രത്തിലും അതോടൊപ്പം ചുറ്റുമുള്ള ഏതാണ്ട് 3000-ലധികം ക്ഷേത്രങ്ങളുണ്ട് അയോധ്യ നഗരിയിൽ എന്നുള്ളതാണ്. അവിടെയെല്ലാം ഭഗവദ്ധ്വജം അന്നേ ദിവസം ഉയരുകയും ചെയ്യും. അതായത് 500 ആണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ അടിമത്വത്തിൽ നിന്നും, സാംസ്കാരിക അടിമത്വത്തിൽ നിന്നും സമ്പൂർണമായി അയോധ്യ നഗരി മോചിതമാകുന്നു. രാജ്യത്തിന് ഇത് ഉത്സവ ദിനം എന്ന് വേണമെങ്കിൽ പറയാം. പ്രാണപ്രതിഷ്ഠയ്ക്ക്, വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ധ്വജപ്രതിഷ്ഠ നടക്കുന്ന ദിനം രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിനം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ശ്രീകാന്ത്, ഒരു വളരെ ശ്രേഷ്ഠവും വിപുലവുമായ ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. കാരണം 2019 ഓഗസ്റ്റ് മാസത്തിൽ രാമക്ഷേത്രത്തിന്റെ ഈ തറക്കല്ലിടിയിൽ കർമ്മം നടക്കുന്ന ഘട്ടത്തിൽ, ഭൂമി പൂജ നടത്തുന്ന ഘട്ടത്തിൽ നമുക്കറിയാം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും പ്രധാനമന്ത്രിയും ചേർന്നാണ് മഹത്തായ കർമ്മം നിർവഹിച്ചത്. അതിനുശേഷം 2022 ജനുവരി മാസത്തിൽ പുനർനിർമ്മിച്ച മഹാക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം നൽകി. അന്ന് സർസംഘചാലക് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. നോക്കൂ, ഈ 2025 ഈ ക്ഷേത്രത്തിന് മുകളിൽ ഭഗവദ്ധ്വജം ഉയർത്തുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രിക്കും സർസംഘചാലകിനുമൊപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമു കൂടി എത്തുകയാണ്. അപ്പോൾ ഇതൊരു ചരിത്ര സംഭവമായി മാറുകയാണല്ലോ. ഗൗതം, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന്റെ, ഈ രാജ്യത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ, ഈ രാജ്യത്തിന്റെ ത്യാഗത്തിന്റെ പ്രതീകമാണ് അയോധ്യ എന്ന് പറയുന്നത്. അത് ശ്രീരാമചന്ദ്രന്റെ കാലം മുതലായാലും ഇങ്ങിപ്പോൾ നരേന്ദ്രമോദിയുടെ കാലത്തായാലും അയോധ്യക്കെന്നും ഈ രാജ്യത്തെ ജനങ്ങളുടെ ഉള്ളിൽ പ്രത്യേക സ്ഥാനമുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം ആ അയോധ്യ എന്ന് പറയുന്ന ആ പ്രദേശം തന്നെ ത്യാഗത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും പോരാട്ടങ്ങളുടെയും ഭൂമി കൂടിയാണ്. അതിനുവേണ്ടി ജീവത്യാഗം ചെയ്തത് എണ്ണമറ്റ ആളുകളാണ്, സന്യാസി ശ്രേഷ്ഠന്മാരാണ് എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ നമ്മൾ വിസ്മരിക്കരുത്. അതിനാൽ തന്നെ അവിടെ നടക്കുന്ന ഓരോ ചടങ്ങും, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഓരോ ചടങ്ങും ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരവും ശ്രേഷ്ഠവും പവിത്രവും തന്നെയാണ്.
അതിന് ഈ രാജ്യത്ത് തന്നെ തലയെടുപ്പുള്ള 3 പേർ പങ്കെടുക്കുന്നു എന്നുള്ളത് നമുക്ക് കൂടി അഭിമാനകരമായ കാര്യമാണ്. ഈ രാജ്യത്തെ സംബന്ധിച്ച് നവംബർ 25 എന്നുള്ളത് ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തി വെക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പ്രധാനമന്ത്രി ധ്വജം പ്രതിഷ്ഠ നടത്തുന്നു, സർസംഘചാലകം രാഷ്ട്രപതിയും അതിന് ഭാഗവാക്കാകുന്നു, അതിന് സാക്ഷികളാകുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യമൊന്നാകെ നവംബർ 25 വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ്. 3000-ലധികം ക്ഷേത്രങ്ങളിൽ അയോധ്യയിൽ ഒരേ സമയം ഈ ധ്വജം പാറിപ്പറക്കും എന്ന് പറയുമ്പോൾ ആ പ്രദേശം ഏത് രീതിയിലായിരിക്കും, ഉത്സവലഹരിയിൽ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിപ്പോൾ തന്നെ നമുക്ക് സങ്കല്പിച്ചു നോക്കിയാൽ അതിന്റെ ഒരു ഉത്സവലഹരി, ആ ഒരു ആഘോഷ മൂഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നവംബർ 25 അടിമത്വത്തിൽ നിന്നും രാജ്യം തലയെടുപ്പോടെ ഉദിച്ചു വരുന്ന ദിനമായി രേഖപ്പെടുത്തപ്പെടും. 500 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പുനർനിർമ്മിച്ച അയോധ്യയിലെ മഹാക്ഷേത്രത്തിന് മുകളിൽ ഭഗവത് ധ്വജം ഉയരുകയാണ്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ശ്രീകോവിലിന് മുകളിൽ അടുത്ത മാസം 25-ന് ഭഗവത് ധ്വജം ഉയർത്തും. ഡൽഹിയിൽ നിന്ന് ശ്രീകാന്താണി വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.